അങ്ങനെ പോലീസുകാർ വന്ന് എല്ലാവരും ഓടിച്ചു. നമുക്ക് തിരിച്ചു പോവാം. അടിപൊളി. ഇപ്പൊ പണി പാളിയല്ലേ അവിടെ ഈ നിൽക്കുന്ന വണ്ടികൾക്കെല്ലാം എപ്പോൾ പണി കിട്ടും. ഫോട്ടോ എടുക്കുന്നുണ്ട്. വെൽക്കം ടു നിഫിൻ വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വിവാദകരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാണ്ട. അത് കേരളത്തിന് തന്നെ പിടിച്ചു കൊലിക്കൊരു സംഭവം തന്നെയെന്ന് പറയാം. അത് വണ്ടി പ്രാന്തന്മാർക്കും വണ്ടി ഓടിക്കുന്ന വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതെ പുള്ളിയുടെ വണ്ടിയാട്ടാ. പുള്ളിയുടെ ഒരു NS ഉണ്ട്. ഇതിൽ പോകാമെന്ന് ചെയ്യുന്നു. ഇന്ന് ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് കടൽ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് ആ സ്ഥലത്തേക്ക് പോയാലോ, അതാണ് അടിപൊളി, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. ഏത് സ്ഥലമാണെന്ന് സർപ്രൈസാണ്, കാണിച്ചു തരാം. തൃശ്ശൂർ സൈഡിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ്. പിന്നെ നിന്റെ പേരെന്താ? രജിത്ത്. ഇവനെ മിക്ക വ്ളോഗിലുണ്ടാവും. നീ മറ്റേ സാധനം ഇട്ട് അതെ മാസ്ക്. ഈ സംഭവം നമ്മുടെ വണ്ടി ഓടിക്കണതിൽ കാണാൻ പറ്റി. ചെസ്റ്റിലെടുത്ത് അത് ഇവനിപ്പോൾ ഓടിക്കും. അത് കഴിഞ്ഞിട്ട് കുതിര സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയില്ല. ആ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ഇതിടും. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസ് കാണാം. നമുക്ക് കിട്ടാലോ. സംഭവമൊക്കെ ഇട്ടുണ്ട്. ഇതിലിങ്ങനെ കണക്ട് ചെയ്ത് ഇതിൽ വെച്ചാൽ മതി. സംഭവം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ എങ്ങടാ പോണേന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യാം അല്ലേ? ഗസ് ചെയ്ത് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാം. തൃശ്ശൂർ സൈഡിലേക്കാണ്. ക്ലൂ തരാം. തൃശ്ശൂർ സൈഡിലേക്കാണ്. ഒരു വിവാദകരമായിട്ട് പിടിച്ചുപോലിക്കൊരു സംഭവം തന്നെയാണ്. നമ്മുടെ പാലിക്കാര ടോൾ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. അതുപോലത്തെ ഒരു വിവാദകരമായ സ്ഥലമാണ്. അപ്പോൾ ഒന്ന് ഗസ് ചെയ്ത് ഇപ്പം തന്നെ ഇട്ടോളൂ കമൻറ്റ്. നമ്മളിപ്പോൾ പാലിക്കര ടോൾ പ്ലാസയുടെ അടുത്ത് വരുമ്പോൾ അതെ ഇവിടെ ഒരു ആളെ കണ്ട് സൈക്ലിങ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ റൈഡല്ലേ അല്ല? ഓൾ ഇന്ത്യ റൈഡ് എവിടെ നിന്നാണ് തുടങ്ങിയത്? ഫേസ് മാസ്ക് ഒന്നും ഞാൻ എന്താ ചെയ്യണേ? ഞാൻ വർക്ക് ചെയ്യായിരുന്നു. പേര് അഭിജിത്ത് എന്നാണ്. ട്രിവാൻഡ്രം സ്ഥലം. ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ്. ഓക്കെ. എവിടെ മൊത്തമാണ് ഫസ്റ്റ് സ്ട്രെച്ച് ലഡാക്ക് സംതിങ് ആയിരുന്നു. ഞാൻ ഇന്നെ വിട്ടങ്ങ് പോകുന്നില്ല. ഇപ്പൊ ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് ആൾക്കാർ സംസാരിച്ച് അങ്ങനെ അവിടെ നിന്നൊക്കെ കണ്ട് പതുക്കെ പോകുന്നേ ഉള്ളൂ. തിങ്കളാഴ്ച ഇറങ്ങിയതാ. പിന്നെ വർക്കില് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ആലപ്പുഴ ഒരു ദിവസം 2 ദിവസം നിന്നു. എറണാകുളത്ത് 2 ദിവസം. ഇനി അടുത്ത് തൃശ്ശൂര്. ഭയങ്കര സെറ്റപ്പ് ആയിട്ടോ. നോക്കി ഫുൾ ഹെവി സെറ്റപ്പിലാണ്. കണ്ടോ? ഓൾ ഇന്ത്യ റൈഡ് കേരളത്തിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയേക്കുന്നതാണ്. പൊളി. എന്തായാലും പൊളിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന്, അജു എന്ന് പറഞ്ഞാൽ. അവൻ മറ്റേ അപ്പൂപ്പന്മാരുടെ സൈക്കിളിൽ പോയിക്കണം ഇപ്പം. അവൻ എന്ത് എന്തായാലും പൊളിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് കാണുന്നതിന്. യൂട്യൂബ് ചാനലുണ്ടോ? ഇതാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒന്ന് എല്ലാവരും കയറി ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസ് കിട്ടുമായിരിക്കും. ഓക്കെ. അപ്പോൾ ബ്രോ ടാറ്റാ ബൈ ബൈ ചെയ്യും. അപ്പോൾ എന്താ പറയുക, നമുക്ക് കുറച്ച് തിരക്കുണ്ട്. അല്ലെങ്കിൽ പുള്ളീനെ കുറിച്ച് ഒരു ചായ കുടിച്ചിട്ട് പോകാനുള്ളൊരു മൈൻഡൊക്കെ ആയിരുന്നു. പെട്ടെന്നൊരു നമുക്ക് വേണം. ഒന്നാമത്തെ തന്നെ കാലാവസ്ഥ ഭയങ്കര മോശമാണ്. നമ്മളൊരു ഒന്നും സജ്ജീകരണം ചെയ്യാണ്ടാണ് പോയിക്കണേ. അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് ഇതുപോലത്തെ റൈഡേഴ്സ് ഉള്ളത്. കേരളത്തിന് പുറത്ത് ഭയങ്കര കുറവാണ്. ഉള്ള കാര്യം തന്നെ പറയണം. ജെന്യുവിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. മഴ തുള്ളുന്നുണ്ടല്ലോ. കാലാവസ്ഥ ഉണ്ടോ? ഫ്രണ്ട്സ്, അങ്ങനെ അതെ വെയിലൊക്കെ വന്നുട്ടോ. മഴയ്ക്ക് നല്ല രീതിയിൽ മാറി. ഇപ്പോൾ ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കാട്ടോ. നമ്മളിപ്പോൾ എത്താറായി നമ്മുടെ സ്ഥലത്തേക്ക്. ഇതിപ്പോൾ ഒരു സുഖമില്ലേ? ഒരു സുഖമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താറായി.
എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, കുതിരാൻ തുറന്നുണ്ട്. അപ്പോൾ കുതിരാനിലേക്കൊന്ന് വരണമെന്നുണ്ടായിരുന്നു, അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിൻ്റെ കൂടെ തന്നെ ദുഃഖവും കൂടി ഉണ്ട്. വേറെ ഒന്നല്ല, കുതിരാൻ വരണേക്കാൾ മുമ്പ് ഇവിടെ കുറേ പിടിച്ചു കുലിക്കുക അപകടങ്ങൾ ഉണ്ടായിരുന്നു. ഇത് എത്ര വർഷമെന്നറിയോ പണി തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പോഴാണ് സംഭവം വന്നത്. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്, അത്ര തന്നെ. കാരണം ഇതൊക്കെ മുൻകൂട്ടി തീരേണ്ടതായിരുന്നു. അത് മുൻകൂട്ടി തീർന്നു കഴിഞ്ഞാൽ പിടിച്ചു കുലിക്കുക, എന്താ പറയുക, അപകടങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും വന്നതിന് സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. ഇവൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ കുതിരാൻ പോയി കാണണമെന്ന്. ഓക്കെ, നമ്മുടെ കുതിരാൻ്റെ പഴയ വഴി, ഇപ്പോൾ പുതിയ വഴി. കുതിരാൻ അവിടെ എത്തിയിട്ടാ, അവിടെ വണ്ടികൾ പോകുന്നുണ്ട്. നമ്മൾ പോകും ഈ വഴി കൂടെ, നമ്മൾ പോയിട്ട് ആ വഴി കൂടെ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. ഇവിടെ ഓപ്പണിങ് ആയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഡ്രോൺ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാകുമ്പോൾ നമ്മളിങ്ങോട്ട് തിരിച്ചു വരാനുള്ള പ്ലാൻ. അവിടെ ആൾക്കാരെ പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ട്. അവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്. നമുക്കിവിടുന്ന് ഡ്രോൺ അടിക്കാം. നമ്മുടെ കുതിരാൻ്റെ എക്സിറ്റ് ഭാഗത്തുള്ള ഷോട്ട്സുകൾ കുറച്ചെടുത്തുണ്ട്. ഇനി നമ്മൾ എൻട്രി ചെയ്യണ സ്ഥലത്തുണ്ട്, അവിടേക്ക് പോവാം. അപ്പോൾ അടിപൊളിയായിട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് സൂപ്പറാണ്, നല്ല രസമുണ്ട് കാണാൻ. വേറെ മൂഡ് തന്നെയാണ്. ഇനി കുറച്ച് ദിവസം ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ആദ്യം തന്നെ വന്ന് നന്നായി പോവാം. ഇവിടെയൊക്കെ അല്ലേ പണ്ടത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു റോഡായി എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ കുതിരാൻ്റെ അവിടുത്തെ ഒരു ഫേമസ് അമ്പലം കേട്ടോ. കുതിരാൻ്റെ അവിടുത്തെ ഫേമസ് ഒരു അമ്പലം. പോണ സമയത്ത് എല്ലാവരും ഇവിടെ നേർച്ചയൊക്കെ ഇട്ടിട്ട് പോവാറുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അമ്പലം കാണാൻ. നല്ലടാ. നാളേക്ക് കാണിക്കണ ആളെ എനിക്ക് അറിയുമ്പോൾ പോരത്തില്ല. എനിക്ക് തോന്നുന്നില്ലേ ഇന്ന് മിക്കവരും ഇവിടേക്ക് വന്നേക്കുന്നത് കുതിരാൻ കാണാൻ വേണ്ടിയാ. മിക്ക ടീമുകളും ഇവിടുന്ന് കാർ എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങളും അതെ, അത് വേറെ കാര്യം. എന്ത് വൈബല്ലേ. കുതിരാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഭയങ്കര തണുപ്പായിരിക്കും. നമ്മളിവിടെ വണ്ടി നിർത്തി കേട്ടോ. അവിടെ വണ്ടി നിർത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവിടെ കണ്ട അതാണ് കുതിരാൻ്റെ സെറ്റപ്പ് അവിടെയാണ്. എന്ത് ഭംഗിയാന്ന് പറയാം. വേറൊരു മൂഡ്. തൊട്ടിപ്പുറത്ത് നല്ലൊരു സ്കൈയും കാര്യങ്ങളും.
നമ്മൾ കുതിരാനിലേക്കൊരു ബൈക്ക് റൈഡ് പോകട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാം. ആൾക്കാരുടെ തിരക്കാണ് മൊത്തത്തില്. ഇവിടെ ഇപ്പൊ നിറച്ച ആൾക്കാരാട്ടാ. വേറെ ഒന്നല്ല, ഇത് കാണാൻ വേണ്ടിയുള്ള ആൾക്കാർ തന്നെയാണ്. നമുക്ക് ഉള്ളിലേക്ക് വേണമെങ്കിൽ നടന്നു പോകാനൊക്കെ പറ്റും. ഉള്ളിൽ ചെറിയൊരു പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കുതിരാൻ്റെ എക്സിറ്റ്. നേരത്തെ നമ്മൾ ഡ്രോണിൽ കാണിച്ച പോലെ തന്നെ ഉള്ള ഷോട്ട്സുകളാണ്. എൻ്റെ പൊന്ന്, വേറെ തന്നെ മൂഡ്. ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ? ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടവും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു സെറ്റ്. അങ്ങനെ പോലീസുകാർ വന്ന് എല്ലാവരെയും ഓടിച്ചു. നമുക്ക് തിരിച്ചു പോവാം. നല്ല കാര്യമാണ്, നല്ല ബ്ലോക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ആൾക്കാരുണ്ട് ഭയങ്കര അടിപൊളി. ഇപ്പൊ പണി പാളിയല്ലേ അവിടെ ഈ നിൽക്കുന്ന വണ്ടികൾക്കെല്ലാം എപ്പോൾ പണി കിട്ടും. ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നീക്കിയെടുത്തിട്ട് അഭിപ്രായം എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ കുതിരാനൊക്കെ കഴിഞ്ഞത് നമ്മളിവിടെ എത്തി. ഇവിടെ നിർത്തി. പറ, എന്താ നിന്റെ ഒരു ഇത് മാസ്റ്റർ, നിന്റെ അഭിപ്രായം പറ. പക്ഷെ ഒരു പൊടി ഫീലിംഗ് അല്ല, അതിന്റെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ വേറെ തന്നെ ലെവല്. 40 സ്പീഡിൽ മാത്രമേ അതിൽ പോകാൻ പറ്റുള്ളൂ. അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് എമർജൻസി എക്സിറ്റ് അടക്കം കയ്യിലുണ്ട്. അടിപൊളി. അതൊക്കെ വേറെ ലെവല്, വേറെ തന്നെ മൂഡ്. പൊളിച്ചു അങ്ങനെ. അപ്പൊ കുതിരാൻ എല്ലാരും വന്ന് തിരക്കില്ലാത്തപ്പോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്ന് ഭയങ്കര തിരക്ക, പോലീസുകാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർക്കാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളൊക്കെയാണ് ഞാൻ ആടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.